കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരു ഘടകമേ ആയിരുന്നില്ലെന്ന് KPCC സെക്രട്ടറി MN ഗോപി. അവർ കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോഴും കോൺഗ്രസിന് വോട്ട് ചെയ്യാത്തവരാണെന്നും CPM കേരള കോൺഗ്രസിന്റെ പിറകിൽ നിന്നുള്ള കുത്ത അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂവെന്നും MN ഗോപി പരിഹസിച്ചു. കേരള കോൺഗ്രസ് ഒന്നും ഒരു ഘടകമേ ആയിരുന്നില്ല. ഈ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ UDF ഭാഗമായി നിൽക്കുമ്പോൾ കേരള കോൺഗ്രസിന് ഈ പടിഞ്ഞാറൻ മേഖലയിൽ 10 സീറ്റൊക്കെയാണ് അവരെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. തുടർച്ചയായിട്ട് അവർക്ക് കൊടുക്കുന്ന സീറ്റുകളൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കോൺഗ്രസിന്റെ ചില വിമത ശബ്ദങ്ങൾ ഉണ്ടാവുകയും വിമതരായി മത്സരിക്കുന്ന ആളുകൾ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ട്രെൻഡായി മാറുകയും കോൺഗ്രസിന് ആണ് അവിടെ അടിസ്ഥാനപരമായി വോട്ടുള്ളത് എന്ന് അവരുടെ ശക്തി കേന്ദ്രമായ മഞ്ഞപ്പാറയിൽ പോലും നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തുള്ളതാണ്. ഇപ്പം എഴുതുമ്പോഴാണ് കേരള കോൺഗ്രസിന് ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് അവർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 വോട്ടിനാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളവിടെ ജയിക്കാൻ പോവുക. അപ്പൊ കേരള കോൺഗ്രസിന്റെ UDFന്റെ പരാജയത്തിൽ ഒരു ഘടകമേ ആയിരുന്നില്ല. അവര് കേരള കോൺഗ്രസിലുള്ളപ്പോഴും കേരള കോൺഗ്രസ്സുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്യാറില്ല. കോൺഗ്രസ് എന്തെങ്കിലും 10 സീറ്റ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെയും മറ്റു ലീഗിന്റെയും മറ്റ് കേരള കോൺഗ്രസ് വിഭാഗത്തിന്റെ വോട്ടുകൾ കൊണ്ടാണ്. മാണി വിഭാഗം ഒന്നും ഒരിക്കലും കോൺഗ്രസിനെ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുൻകാല തെരഞ്ഞെടുപ്പുകളിലുള്ള പരിചയം. ഞങ്ങൾക്ക് ഇപ്പൊ CPM അതൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അവരുടെ വിധിയാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 6 സീറ്റൊക്കെ CPM കൊടുത്തിട്ടുണ്ട്. അവരുടെ വിധി CPMന്റെ വിധി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് താല്പര്യമുള്ള ആളുകൾ അവർക്ക് ജയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം അവർ സംഘടന എന്നുള്ള നിലയിൽ നിൽക്കുകയും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അവർ നിഷ്പ്രഭമായി പോവുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ വളരെ അടിവരയിട്ട് പറയുന്നു, കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം കോൺഗ്രസിന്റെ പരാജയത്തിന് ഒരു ഘടകമേ ആയിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.